തൃക്കാക്കരയിൽ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ മാനദണ്ഡ ലംഘനത്തിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാൻ ഉമാ തോമസ് MLA ഒരുങ്ങുകയാണ്. ജില്ലാ നേതൃത്വം പരാതി തള്ളിയതിന് പിന്നാലെയാണ് പ്രതിഷേധം ഘടിപ്പിക്കുന്നത്. ഉമാ തോമസിന്റെ ആവശ്യം DCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അംഗീകരിച്ചില്ല. തൃക്കാക്കര നഗരസഭയിലെ അധ്യക്ഷന്റെ കാര്യത്തിൽ കോർപ്പറേഷനിലേതുപോലെ ടേം വ്യവസ്ഥ വേണമെന്നാണ് ഉമാ തോമസിന്റെ ആവശ്യം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ ഉമാ തോമസ് MLA കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തന്റെ അതിർത്തിയും സൂചിപ്പിച്ചിട്ടുണ്ട്. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, ഉമാ തോമസ് MLAക്ക് പ്രതിഷേധമുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ ടേം വ്യവസ്ഥയാകാമെങ്കിൽ തൃക്കാക്കരയിലും ടേം വ്യവസ്ഥയാകാം. പക്ഷേ അത് DCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉമാ തോമസ് പറയുന്നത് അംഗീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുമോ ഉമാ തോമസ് MLA? ഡോക്ടർ അരുൺകുമാർ, ഇതിനകം തന്നെ ഉമാ തോമസ് MLA KPCC അതൃപ്തി അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തതാണ്. കൊച്ചി കോർപ്പറേഷന്റെ കാര്യത്തിൽ തന്നെ KPCCയുടെ സർക്കുലറും നോംസും പാലിച്ചില്ല എന്ന അഭിപ്രായം ഉമാ തോമസ് MLAക്കുണ്ട്. അവിടെ നടപ്പാക്കിയ മാനദണ്ഡം അങ്ങനെയെങ്കിൽ തൃക്കാക്കരയിലും നടപ്പാക്കേണ്ടതാണ് എന്ന അഭിപ്രായമാണ് ഉമാ തോമസ് MLAക്കുള്ളത്. നേരത്തെ പാർലമെന്ററി പാർട്ടി വിളിച്ച് കൌൺസിലർമാരുടെ അഭിപ്രായം തേടിയിരുന്നു. അവിടെ പക്ഷേ DCCയുടെ പിന്തുണ ലഭിച്ചത് റാഷിദിനാണ്. റാഷിദിനെ അവിടെ അധ്യക്ഷനാക്കുകയും ചെയ്തു. പക്ഷേ പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം, അതായത് വ്യത്യസ്തമായ നിലയിലാണ് അവിടുത്തെ ഫലം വന്നത്. പക്ഷേ അത് തന്നെ പരിഗണിച്ചാലും കൊച്ചി കോർപ്പറേഷനിൽ നടപ്പാക്കിയ മാനദണ്ഡം തൃക്കാക്കരയിലും ബാധകമാക്കാൻ കഴിയും വിധമാണ് കൌൺസിലർമാരുടെ അഭിപ്രായ രൂപീകരണത്തിലൂടെ ലഭ്യമായ ഫലം എന്നാണ് ഉമാ തോമസ് MLAയുടെ അഭിപ്രായം. ഷാജി വാഴക്കാല എന്നയാളെയാണ് ആളെക്കും കൂടി ടേം വ്യവസ്ഥ പ്രകാരം നൽകണം, 2.5 വർഷം വീതം നൽകണം എന്ന അഭിപ്രായമാണ് ഉമാ തോമസ് MLAക്കുള്ളത്. അത് പക്ഷേ DCC നേതൃത്വം തള്ളുകയാണ് ചെയ്തത്. അവിടെ ടേം വ്യവസ്ഥ വേണ്ടതില്ല, 5 വർഷത്തേക്കും ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ള അധ്യക്ഷൻ 5 വർഷത്തേക്ക് തുടരട്ടെ എന്ന അഭിപ്രായമാണ് അവർക്കുള്ളത്, DCC നേതൃത്വത്തിനുള്ളത് എന്നതാണ് പ്രധാന കാര്യം. പരാതിക്ക് പിന്നാലെയും DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയപ്പോഴും പരാതിയെ തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷേ ഈ കാര്യത്തിൽ കൂടുതൽ പ്രതിഷേധത്തിന് ഒരുങ്ങുന്ന ഉമാ തോമസ് MLA എന്താണ് കടുത്ത നിലപാട് അവർ സ്വീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു. ഉമാ തോമസ് MLA പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധം എങ്ങനെ അറിയിക്കും, എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.